ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഭാരതം ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചു. പ്രതിരോധ രംഗത്ത്, അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ബഹിരാകാശ ഗവേഷണ രംഗത്ത്, അതുപോലെ സാമ്പത്തിക രംഗത്ത് ഒരുപാട് നേട്ടങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട്. ഇതിനെയൊക്കെ തന്നെ തമസ്കരിക്കുന്നതിന്, ഇതിനെയൊക്കെ തന്നെ ജനങ്ങളുടെ മുന്നിൽ ഇത് ചർച്ചയാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കളികളാണ് ഇപ്പോൾ ഈ ഡൽഹി ജന്തർ മന്ദറിൽ എല്ലാവരും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മലയാളികളായ എം പിമാരൊക്കെ കസ്റ്റഡിയിലാണ്. മന്ത്രിയടക്കം പി.സി. വിഷ്ണുനാഥ് മന്ത്രിയടക്കം കസ്റ്റഡിയിലാണ്. ഡീൻ കുര്യാക്കോസിനെ വലിച്ചഴിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ചെയ്യും. കാരണം ഒരു രാഷ്ട്രത്തിന്റെ സംവിധാനത്തിനെതിരെ ജനപ്രതിനിധികളായ പൊതുപ്രവർത്തകർ നിൽക്കുകയാണെങ്കിൽ അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും അവർക്കെതിരെ നടപടിയെടുക്കും. അതിനൊക്കെ അതിൻ്റെതായ വകുപ്പുകളും കാര്യങ്ങളും ഒക്കെയുണ്ട്. ഇത് മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഒരു 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 പ്രശ്നം സൃഷ്ടിച്ച് അവിടെ ലാത്തി ചാർജോ വെടിവെപ്പോ മറ്റു കാര്യങ്ങളോ ഒരു കലാപമുണ്ടാക്കി പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കുകയാണ്. അതിന് എരുതിയിൽ എണ്ണയൊഴിക്കുന്നതിനായിട്ട് വിദേശവാസവും ഒക്കെ കഴിഞ്ഞ് സുഖവാസവും ഒക്കെ കഴിഞ്ഞ് യുവ നേതാവ് 56 വയസ്സുള്ള യുവ നേതാവ് രാഹുൽ ഗാന്ധിയും എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഒരു ക്യാപ്ഷൻ കണ്ടു, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന, ജനങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നിൽക്കുന്ന രാഹുൽ ഗാന്ധി എന്നൊക്കെ പറഞ്ഞ് ക്യാപ്ഷനൊക്കെ കണ്ടു ഒരു സമൂഹ മാധ്യമ പേജിൽ. ഇത് മനഃപൂർവ്വം രാജ്യത്തെ തകർക്കാൻ, ഇത് ബംഗ്ലാദേശി ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള തീവ്രവാദ ഏജൻസികൾ പ്രൊമോട്ട് ചെയ്യുന്ന സമരമാണ് എന്നുള്ള ഒരു IB റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ബംഗ്ലാദേശിൽ ഉണ്ടായതുപോലെയുള്ള കലാപം ഇന്ത്യയിൽ ഉണ്ടാക്കണം, ഇന്ത്യയുടെ ആ ഒരു ഐക്യവും അഖണ്ഡതയും തകർക്കണം. അതിനെ പ്ലാൻ ചെയ്തിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ബംഗ്ലാദേശി വേർഷൻ, അതായത് മത തീവ്രവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ ബംഗ്ലാദേശി വേർഷൻ നടത്തുന്ന പ്രശ്നങ്ങൾ അത് ഊതിപ്പെരുപ്പിക്കുന്ന, അവർ പണം മുടക്കുന്ന പരിപാടിയാണ് ഇത് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയുള്ള റിപ്പോർട്ടുകളുണ്ട്. ഒപ്പം പാക് മാധ്യമ പ്രവർത്തകർ ഇന്ത്യയെ തകർക്കാൻ വേണ്ടി ദൈനംദിനം സ്റ്റോറികൾ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ റിപ്പോർട്ടും കണ്ടു. എന്തൊക്കെയായാലും ശരി, ഇത് നരേന്ദ്രമോദി ഭരിക്കുന്ന രാജ്യമാണ്. ഇത് BJP സർക്കാർ ഭരിക്കുന്ന രാജ്യമാണ്. ഇവിടെ എന്തൊക്കെ ചെയ്താലും ഇതിനെയൊക്കെ അസ്ഥിരപ്പെടുത്താൻ അല്ലെങ്കിൽ ഇല്ലാതെയാക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല. ഇന്ത്യ നേട്ടങ്ങൾ ഒരു വശത്തുകൂടി നേടിക്കൊണ്ടിരിക്കും, മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇവരവിടെ കിടന്ന് കുറേ ആളുകൾ തല്ലുകൊണ്ടുകൊണ്ടിരിക്കും. കുറേ ആളുകൾ രാഷ്ട്രീയ പ്രവർത്തകരാണെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ബഹളം കൂട്ടും. കുറേ മാധ്യമ പ്രവർത്തകർ ഇതിൽ എരുതിയിൽ എണ്ണയൊഴിച്ച് ആളി കത്തിച്ച് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കും. ഡൽഹി കലാപവും CA NRC വിരുദ്ധ കലാപവും ഒക്കെ നമ്മൾ കണ്ടതല്ലേ. ഇവിടെ ഇപ്പം പ്രധാനമന്ത്രി മാത്രമല്ല, ആഭ്യന്തരമന്ത്രി കൂടി രാജിവെക്കണം എന്നൊക്കെയാണ് പറയുന്നത്. നേരത്തെ ഒരു മന്ത്രി മതിയായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജിവെക്കണം എന്നാണ് പറയുന്നത്. ഇതൊക്കെ എന്തൊക്കെയാണ്? വെറും പ്രഹസനങ്ങളാണ്. രാജ്യത്തിനെതിരെയുള്ള, രാജ്യദ്രോഹികൾ നടത്തുന്ന പ്രഹസനങ്ങളും അതുപോലെ അതിനുവേണ്ട അജണ്ടയുമാണ് ഇവിടെ നടപ്പിലാക്കുന്നത് എന്നുള്ള കാര്യം അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലാകും. ഇത് രാജ്യത്തെ ഒരു പ്രശ്നമൊന്നുമായിട്ടില്ല. കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഇതിങ്ങനെ ഊതിപ്പെരുപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇത് രാജ്യത്തിന് ഒരു പ്രശ്നവും ഉണ്ടാക്കുന്ന കാര്യമല്ല. ഇതിനൊന്നും പുല്ല് വില പോലും കൽപ്പിച്ചിട്ടില്ല, കൽപ്പിക്കുകയുമില്ല. രാജ്യത്തിന്റെ പുരോഗതി അതുവഴി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. രാജ്യത്തിന്റെ GDP 7.7, ഏറ്റവും വലിയ റെക്കോർഡ് GDP-യിലേക്ക്, നമ്മുടെ സാമ്പത്തിക നില അത്രയും ഭദ്രമാണ് എന്ന് സൂചിപ്പിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. അതിനിടയിലൂടെയാണ് ഇത്തരം കുത്തിത്തിരിപ്പുമായിട്ട് പാറ്റ, പല്ലി, പഴുതാര എന്നൊക്കെ പറഞ്ഞ ചില ആളുകൾ വരുന്നത്. കുറേ നാൾ മിണ്ടാതിരുന്നു. സോനം വാങ്ചുക്ക് നിരാഹാരം കിടന്നു. ഇവരൊക്കെ ആരെങ്കിലും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ്. ഈ ബംഗ്ലാദേശി ജമാഅത്തെ ഇസ്ലാമി പോലെ ജോർജ് സോറോസ്, ഡീപ് സ്റ്റേറ്റ്, അങ്ങനെയുള്ള ആളുകൾക്ക് ഇവർക്ക് പിന്തുണയുണ്ട്. ഇന്ത്യയെ എങ്ങനെങ്കിലും ഇല്ലാതാക്കണം, ഇന്ത്യയെ തകർക്കണം, ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തണം, അതിനുവേണ്ട കളിയാണ് നടക്കുന്നത്. അത് നടക്കാനേ പോകുന്നില്ല, അല്ലെങ്കിൽ ഒരിക്കലും സംഭവ്യമാകാൻ പോകുന്നില്ല എന്ന് ഈ സമരം ചെയ്യുന്നവർക്ക് പോലും അറിയാം. എന്നിട്ട് പിന്നെ വാങ്ങിയ പണത്തിന് എന്തെങ്കിലും ചെയ്യണ്ടേ? അതിനുവേണ്ടി ചെയ്യുന്നതാണ്. ഇന്ത്യ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും.